ഹലോ, വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി. ഇന്നത്തെ വീഡിയോ ചക്ക വരട്ടുന്നതാണ്. പഴുത്ത ചക്ക എങ്ങനെയാണ് വരട്ടി വെക്കാന്ന്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം ചക്ക ഇതേപോലെ ഇതെല്ലാം കട്ട് ചെയ്ത് കളയണം. രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് നീക്കം ചെയ്യണം. ഇതും എന്നിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി ഇതെല്ലാം അരിഞ്ഞ ശേഷം കാണിക്കാം. ഇനി ഇത് അരിയാൻ മടിയുള്ളവരാണെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ അരിയണം എന്നൊന്നുമില്ല. ഇതേപോലെ ചീന്തിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. ചക്ക എല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഒരു കുക്കർ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് ഈ ചക്ക ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കാണിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര വെള്ളമേ ഉള്ളൂ, കുറച്ച് വെള്ളം. ഇനി ഇത് ഒരു 3 വിസിൽ വരുന്നവരെ ഇത് കുക്കർ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചക്ക വെന്ത് വരുമ്പോഴത്തേനും ഞാൻ ഇതിലേക്ക് എടുത്തത് ഇത്ര ശർക്കരയാണ്. മധുരമൊക്കെ നിങ്ങൾക്ക് എത്ര മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. ഇത് ചക്ക നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് കുറവാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുക്കി അരിച്ച് എടുത്ത് വെക്കാം. ശർക്കര ഉരുക്കി ഇനി ഇത് അരിച്ചെടുക്കാം. ഇതിൽ കല്ലുണ്ടാവും. ഇനി കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ വരട്ടിയെടുക്കുക. പക്ഷെ ഇത് ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. നല്ല ജാമ് പോലെ വരണമെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, പെട്ടെന്നാവും. ഇനി ഇത് മാറ്റാം, ഉരുളിയിലേക്ക് ഒഴിക്കുക. ബാക്കിയുള്ളതും കൂടെ അടിച്ച് ചേർക്കുകയാണ്. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്താൽ മതി. നല്ല തേൻവരിക്കയാണ്. ഇത് വാങ്ങിച്ചതാണ്. ഇനി സ്റ്റൗ കത്തിച്ച് വരട്ടിയെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ചക്കയിലെ വെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ കുറച്ച് ശർക്കരപ്പാവ് ഒഴിക്കുക. അപ്പം ചക്കയിലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്ന് വേണം ഇത് ഇളക്കാനായിട്ട്. കുറച്ച് നീളമുള്ള ചട്ടകം കൊണ്ട് വേണം ഇളക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കുക. ആവശ്യത്തിനുള്ള ശർക്കര ഒഴിക്കുക. അധികം ആവണ്ട. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഇത്ര ചക്കയിലേക്ക് 1/2 kg ബെല്ലമാണ് ഉപയോഗിച്ചത്. ഇപ്പം ഞാൻ ശർക്കര ഒഴിച്ച് ഒരു 20 മിനിറ്റ് ഞാനിപ്പോൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇനി കുറേശ്ശെ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഉരുളിന്ന് ശരിക്കും ഇങ്ങനെ വിട്ട് വരും. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊരു 1.5-2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന്റെ കളറ് മാറി മാറി വരും.
ചക്ക വരട്ടിയത് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കുകയാണ്. ഇത് നല്ല കട്ടിയുള്ള പാത്രം, ഉരുളിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യണം. ഇതിങ്ങനെ പാത്രത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരും. പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ ഇത്രയ്ക്കൊക്കെ വരട്ടിയെടുത്താൽ മതി. വേഗം അടയും പായസമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ. എടുത്ത് വെക്കാനാണ്, ഒരു വർഷമൊക്കെ വെക്കാനാണെങ്കിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പൊ ചക്ക വരട്ടിയത് ആയി. ഇങ്ങനെ ഉരുളിയിൽ നിന്ന് വിട്ടു പോരും. ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു വർഷമൊക്കെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നന്നായിട്ട് വരും ഇത്. ഉരുളി നല്ല ചൂടാണ്, അതുകൊണ്ട് ഇപ്പം ഇതൊന്ന് മാറ്റാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ ഇത് തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യാണ്ട് ഇതേപോലെ വരട്ടി വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് 1.5 മണിക്കൂർ എടുത്തു. ടൈമും പറഞ്ഞുതരാം. 1.5 മണിക്കൂർ എടുത്തു ഇത് ഇളക്കി ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട്.